ഏതെങ്കിലും വിധത്തിൽ അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ മമ്മിക്ക് കഴിയും. ഏയ്, സൂര്യയുടെ മനസ്സ് അങ്ങനെ മാറുമെന്ന് തോന്നുന്നില്ല. മാറും. മമ്മിയെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ മമ്മി ഇക്കാര്യം ഡാഡി ഏൽപ്പിക്കും. വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഒക്കെ ഡാഡിക്കുള്ള സങ്കല്പങ്ങൾ അറിയാലോ. 4 തവണ സൂര്യയുടെ ചെവിയിൽ ഡാഡി ഇത് ഓതിക്കൊടുത്ത അവൻ ഡാഡി അനുസരിക്കും. മാത്രമല്ല, അവളുടെ അച്ഛനുണ്ടല്ലോ, മുൻമന്ത്രി വിശ്വനാഥൻ, അയാളൊരു പവർ ഹൗസ്. ഡാഡിയുടെയും മമ്മിയുടെയും തീരുമാനവും അയാളുടെ നിർബന്ധം കൂടിയാവുമ്പോ സൂര്യ പെട്ടുപോകും. അവന് മിത്രയെ ഉപേക്ഷിക്കാനും പറ്റില്ല, മിത്രയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റില്ല. ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷെ ഇതല്ലാതെ ഇനിയിപ്പോ നമ്മുടെ മുന്നിൽ വേറെ മാർഗമില്ല. ഗംഭീര പ്ലാനിംഗ് ആണെന്ന് പറഞ്ഞ് ഞാനൊന്ന് ഉറങ്ങാൻ തീരുമാനിച്ചതാ. ഇത് കേട്ടിട്ട് എന്നെ ഭ്രാന്ത് പിടിക്കുന്നു. നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ അവന്റെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാം. എന്തിന്? നമ്മുടെ ബന്ധുക്കൾ പലരും പറയും മമ്മിയുടെ അതേ വാശിയാണ് എനിക്കും കിട്ടിയിരിക്കുന്നതെന്ന്. അത് നേരാ. വിവാഹം നടത്താനാണ് മമ്മിയുടെ വാശിയെങ്കിൽ മുടക്കാനാ എന്റെ വാശി. അതിന് ഇന്ന് രാത്രി കൊണ്ട് ഞാൻ തീരുമാനം എടുപ്പിച്ചിരിക്കും. ഏട്ടാ, ഒരാൾക്ക് വിഷം കുത്തിവെക്കാനാണ് നിന്റെ ചേച്ചി പോയിട്ടുള്ളതെങ്കിൽ അത് ലക്ഷ്യം കാണും. 1 2 അനുഭവം അല്ലല്ലോ എനിക്കുള്ളത്. പക്ഷേ ഇതിൽ ഇന്ദ്രജ ജയിക്കട്ടെ.